আমার 5 লাখ টাকা লোন নেওয়া, সব মহিলারা এসছে আমার বাড়িতে, এসে বলছে লোন শোধ করো। আমি কি করে করব? চলো আমার বাড়িতে কি অবস্থা, আমি কি করব আমি ভেবে পাচ্ছি না. നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു വരുന്നു. അധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാത്തത് കൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് കൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ തേടുന്നു. ഇപ്പോ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ലോക മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിയെ കുറിച്ചാണ്, കോക്രോച്ച് ജനതാ പാർട്ടി. അതൊരു പാർട്ടിയല്ല എന്നും അതൊരു പ്രതിഷേധ ഒരു ഗ്രൂപ്പ് മാത്രമാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും അതിനകത്തേക്ക് മില്യൺ കണക്കിന് ആൾക്കാരാണ് അംഗത്വം എടുക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ എക്സ് അക്കൗണ്ടൊക്കെ നമ്മുടെ സർക്കാർ ഇടപെട്ട് തന്നെ നുണ പറഞ്ഞ് പൂട്ടിക്കാനും നിൽക്കുന്നു. അതായത് രാജ്യസുരക്ഷയ്ക്ക് എതിരാണത്രേ, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തൊക്കെയാണ് എന്ന് അങ്ങനെ അക്കൗണ്ടുകൾ പൂട്ടിക്കെട്ടുന്നു. അത്തരത്തിലൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിക്കെട്ടാൻ മാത്രം ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്താ ഇത്ര ശക്തി വരുന്നത്? ആ ശക്തി നമുക്ക് സംസാരിക്കാതിരുന്നാൽ പറ്റൂല. നമ്മുടെ ഇന്ത്യക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, നമുക്കും ആ കൂട്ടത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള കലുഷിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചേ മതിയാവും. തീവ്ര ദേശീയതയുടെയും വർഗീയ ധ്രുവീകരണത്തിന്റെയും ഒക്കെ പേരിൽ രാജ്യത്ത് അധികാരം പിടിച്ചടക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തി ഇന്ന് തങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു ഭയത്തിന്റെ ഇരുളിൽ സ്വയം തകർന്ന് അടിയുന്ന ദൃശ്യങ്ങളാണ് കാഴ്ചവരുന്നത്. ഒരു കോക്രോച്ചിന്റെ, വെറും ഒരു കോക്രോച്ചിന്റെ പിന്നാലെയൊക്കെ പ്രതികരണവും കൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക്, അല്ലെങ്കിൽ അവരുടെ നിയമ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. തങ്ങൾ തന്നെ സൃഷ്ടിച്ച ഭയത്തിന്റെ ഇരുളിൽ സ്വയം തകർന്നടിയുന്ന ഒരു കാഴ്ച. ജനാധിപത്യപരമായ വിയോജിപ്പുകളെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതിഷേധങ്ങളെയും പോലും നേരിടാൻ ഭരണകൂട സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും കായിക ബലത്തെയും ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പതനത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോക്രോച്ച് ജനതാ പാർട്ടി CJP നേരിടുന്ന ഭീഷണികളും ഗോരക്ഷയുടെ പേരിൽ രാജ്യത്തെ സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങളും. গোমাতাকে পারা যাবে না, তাহলে বিহারে তো ফ্রি গড় দিতে পারতো মোদি ফ্রি গড় দিতে পারতো, তো তাহলে তো আমরা সবাই সংবেদন করে আমরা তো গরু চালাতাম। ওদের কুরবানিটা ওদের করতে দাও, আমরা বাঁচি। আমাদের আর ঘুম নেই, রাত্রে ঘুম নেই, চিন্তায় মাথা খারাপ হয়ে যাচ্ছে. രണ്ടും വ്യത്യസ്ത രണ്ട് വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിൽ വെച്ച് വായിക്കേണ്ടതാണ് എന്നതാണ് വസ്തുത. അണികളെ അന്ധന്മാരാക്കി എക്കാലവും നിർത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നേതാക്കന്മാർക്ക് വന്നു തുടങ്ങി എന്നതാണ് അതിനെതിരെയുള്ള തിരിച്ചടിക്ക് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോക്രോച്ചിന് നേരെ ഇത്ര ചാടിത്തുള്ളി ഇറങ്ങുന്നതും. തങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ചീട്ടുകൊട്ടാരം, ആ ചീട്ടുകൊട്ടാരത്തുള്ള വിയോജിപ്പുകളും ഭയവും തങ്ങൾക്ക് എതിരാകുന്നു, ജനം തങ്ങൾക്കെതിരാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും CJPക്ക് നേരെയുള്ള ഭീഷണിയായി പുറത്തു വരുന്നുണ്ട് എന്നാണ് വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഭിജിത് ദീപ്കെ സ്ഥാപിച്ചിട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP ആ പ്ലാറ്റ്ഫോമിനെതിരെ കേന്ദ്ര ഭരണകൂടവും BJPയും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധതയുടെ പരകോടിയിലാണ് എന്നാണ് ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിക്കഴിഞ്ഞിട്ടും രണ്ടാമത് എഗൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് അല്ല മിനിറ്റുകൾ കൊണ്ട് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് കഴിഞ്ഞു പോണത്. ഭരണകൂട നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച പോലെയുള്ള യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നയിച്ചതിനാണ് CJPയെ ലക്ഷ്യമിട്ട് BJP ഇപ്പോ കൊടിയും തൂക്കി ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന വ്യാജ റിപ്പോർട്ടുകൾ ചമച്ച് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന CJPയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭയമെന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിരോധം അവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ അക്കൗണ്ടിലേക്ക് വെറും 24 മണിക്കൂറിനുള്ളിൽ 1.5 ലക്ഷത്തോളം ആളുകൾ ഫോളോവേഴ്സ് ആയിട്ട് എത്തി എന്ന് പറയുമ്പോൾ ആ 1.5 ലക്ഷത്തോളം ആളുകൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. ഇൻസ്റ്റാഗ്രാമിലാകട്ടെ മില്യൺ കണക്കിന് ജനങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിനെ പിന്തുടരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പുകയുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം അത് ഭരിക്കുന്ന പാർട്ടി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്ത്. ഭയപ്പെടുത്തലോ നിരോധനങ്ങളോ കൊണ്ട് ജനകീയ പ്രതികരണങ്ങളെയും പ്രക്ഷോഭങ്ങളെയും തടയാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ BJP തരം താണ ഭീഷണികളിലേക്ക് കടക്കുകയാണ്. അതായത് അക്കൗണ്ട് നീക്കം ചെയ്താൽ പണം നൽകാം, അതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കൊല്ലും എന്നൊക്കെ ഡൽഹിയിൽ നിന്ന് അഭിജിത്തിന് മെസ്സേജുകൾ ലഭിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. അങ്ങനെ പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു കഴിവുകേട് തന്നെയാണ്. ഒരു ഭരണകക്ഷിക്ക് സാധാരണക്കാരുടെ ഡിജിറ്റൽ പ്രതിരോധങ്ങളെ പോലും
കായികമായി നേരിടേണ്ടി വരുന്നു എന്നത് അവരുടെ ആഭ്യന്തര ഭയത്തിന്റെ തെളിവാണ്. താമരയെ തിന്നുന്ന കോക്രോച്ച് എന്ന പ്രതീകാത്മക ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്ലാറ്റ്ഫോമുകൾ കേവലം ട്രോളുകൾ മാത്രമല്ല, മറിച്ച് ജനാധിപത്യപരവും മതേതരത്വം നിലനിർത്താനുള്ള ഒരു സാധാരണക്കാരന്റെ പ്രതിഷേധമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ അത്തരത്തിൽ പ്രതിഷേധിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ളത്? കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ആ വഴിക്ക് എത്തിച്ചു വെച്ചത്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? അവർക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഇനി ഭരിക്കുന്ന പാർട്ടി ആകട്ടെ, അവർ സുരക്ഷിതമായ ഒരു താവളത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി എന്തും ആകാം എന്നുള്ള ധാർഷ്ട്യത്തിലുമാണ്. ജനം ആരുടെ കൂടെ പോവും, ജനം എന്ത് ചെയ്യും എന്നതാണ് പറയുന്നത്. പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ അവർക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഒരു കോക്രോച്ചിനെ നശിപ്പിച്ചാൽ 10ഉം 100ഉമായി അത് പുനർജനിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സാർവത്രിക സത്യമാണത്. ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞിട്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവർ ഇന്ന് അതേ ഹിന്ദു ജനവിഭാഗങ്ങളുടെ തന്നെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന കാഴ്ച മറ്റൊരു ഭാഗത്ത് കണ്ടുവരുന്നുണ്ട്. ബംഗാളില്, പശ്ചിമ ബംഗാളിലൊക്കെ ആ കാഴ്ചകളാണ് കണ്ടുവരുന്നത്. സംഘപരിവാർ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ, ഗോമാതാവിന്റെ പേരില് സംഘപരിവാർ അഴിച്ചുവിടുന്ന അക്രമങ്ങളും കലാപങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് പാവപ്പെട്ട കുറെ അത്താഴ പഷ്ടികളായിട്ടുള്ള ലോൺ എടുത്ത് കിടാങ്ങളെ ഒക്കെ വാങ്ങി വളർത്തി അവരെ നെഞ്ചത്തേക്കാണ് ചെന്ന് കയറുന്നത്. പാവപ്പെട്ട കർഷകരുടെ ആത്മഹത്യയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അക്രമങ്ങൾ മുഴുവൻ ആ പാവപ്പെട്ടവരുടെ മേലാണ്. ഇതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് പശ്ചിമ ബംഗാളില് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 ദിവസം കഴിയുമ്പോൾ ബലിപ്പെരുന്നാളാണ്. ബലിപ്പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് വലിയ തുകകൾ ലോൺ എടുത്തും അല്ലാതെയും കുറെ കന്നുകാലികളെ വളർത്തിയ ഹിന്ദുക്കളായിട്ടുള്ള കർഷകരുണ്ട് പശ്ചിമ ബംഗാളില്. അവരിന്ന് വലിയ പ്രതിസന്ധിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ কണ്ടു വീഡിയോകളിലൊക്കെ അവർ സംസാരിക്കുകയാണ്, ചാനലുകൾ വന്നവർ പൊട്ടിക്കരയുകയാണ്. আমার 5 লাখ টাকা লোন নেওয়া, সব মহিলারা এসছে আমার বাড়িতে, এসে বলছে লোন শোধ করো। আমি কি করে করব? চলো আমার বাড়িতে কি অবস্থা, আমি কি করব আমি ভেবে পাচ্ছি না. ഗോരക്ഷാ ഗുണ്ടകളെ ഭയന്നിട്ട് ഈ കന്നുകാലികളെ വാങ്ങാൻ വ്യാപാരികളോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ കൊണ്ടുപോയി പൂജിക്കോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കന്നുകാലികളെ വാങ്ങാൻ നിവൃത്തിയില്ല, ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ തല്ലിക്കൊല്ലും, ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു വിപണി, ഈ പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് വളർത്തിയവരാ. ആ കർഷകരെയാണ് ആത്മഹത്യയിലേക്ക് ഈ സർക്കാർ തള്ളിവിടുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം തള്ളിവിടുന്നത് എന്ന് മനസ്സിലാക്കണം. തങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ടുള്ള പാർട്ടി വളർത്തിയിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ നേരിട്ടുള്ള ഇരകളായി ഇന്ന് അതേ കർഷകർ മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. വിൽക്കാൻ കഴിയാത്ത കന്നുകാലികളെയും കൊണ്ട് കടക്കണിയിലായ ഈ മനുഷ്യർക്ക് മുന്നിൽ ഇന്ന് ആത്മഹത്യ അല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. മതവിദ്വേഷം വളർത്തി സമൂഹത്തിലെ ഒരു വിഭാഗത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ, മറ്റുള്ളവരെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ അണികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇറക്കി വിടുമ്പോൾ അതേ അണികളുടെയും അവരെ വിശ്വസിക്കുന്നവരുടെയും ജീവിതം തന്നെയാണ് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ അത് തന്നെയല്ലേ കാണുന്നത്. എങ്ങനെയാണ് അവിടെ അധികാരത്തിലേറിയത്? പാർട്ടി എങ്ങനെ അധികാരത്തിലേറിയത്? അവർ വോട്ട് കൊടുത്തിട്ട് തന്നെയല്ലേ? വോട്ട് കൊടുത്തിട്ട് ആദ്യ സമ്മാനം എന്ന നിലയിൽ അവരുടെ അത്താഴം തന്നെ മുടക്കിയിരിക്കുകയാണ്. അവരുടെ ജീവൻ തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്, വലിയ കടക്കണിയിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. ആ കടത്തിൽ നിന്ന് മോചനം നേടാൻ ആ പാവങ്ങൾക്ക് കഴിയില്ല. സ്വാഭാവികമായിട്ടും അവരുള്ള കടപ്പാടവും എല്ലാവർക്കും നഷ്ടപ്പെടും, തെരുവിലേക്ക് ഇറങ്ങപ്പെടും, പലരും ആത്മഹത്യ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ജീവൻ, മതേതരത്വമാണ് ഇന്ത്യയുടെ ശിരസ്, ജനാധിപത്യമാണ് ഇന്ത്യയുടെ ശരീരം. ഒരു മനുഷ്യ ശരീരത്തിന് കണ്ണ്, കാത്, മൂക്ക് തുടങ്ങിയ എല്ലാ അവയവങ്ങളും ഒരുപോലെ ആവശ്യമാണ് എന്ന് ബോധം നമുക്ക് വേണം. ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ? കണ്ണ് ഇല്ലാതെ നമുക്ക് നാളെ മുതൽ കണ്ണ് വേണ്ട എന്നങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നാളെ മുതൽ കാത് വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള വ്യത്യസ്തമായ ഓരോ മതങ്ങളും ഇന്ത്യയുടെ തന്നെ കണ്ണും മൂക്കും കാതും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അതിലേതെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിനെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യം ഇവിടുത്തെ വ്യത്യസ്തമായ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഒക്കെ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തുചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അപരവൽക്കരിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചു മാറ്റുന്നത് പോലെയാണ്. ഒടുവിൽ അത് രാജ്യത്തിന്റെ നാശത്തിലേക്കാണ്, രാജ്യത്തിന്റെ തന്നെ മരണത്തിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത് എന്നാണ് ഇവർക്ക് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാകണില്ല. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞ് BJP നേടിയെടുത്തിട്ടുള്ള വളർച്ചയേക്കാൾ വേഗത്തിലായിരിക്കും അവരുടെ തളർച്ച. ജനങ്ങൾ തങ്ങളെ തന്നെ ബാധിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആ തകർച്ചകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ശരിയായ രീതിയിലുള്ള ജനാധിപത്യ വോട്ടെടുപ്പാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇനി അത്തരത്തിൽ ആണ് ഇനിയുള്ള കാലത്ത് വോട്ടെടുപ്പുകൾ നടക്കുന്നതെങ്കിൽ ഈ വിദ്വേഷത്തിന്റെ കോട്ടകൾ എത്ര പെട്ടെന്നാണ് തകരുക എന്നതിന് പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ വരും ദിനങ്ങളിൽ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അടിച്ചമർത്തലുകൾക്കും ഭീഷണികൾക്കും മുന്നിൽ വഴങ്ങാത്ത ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിനായി ഒരുമിച്ച് നിൽക്കുന്നു എന്നതിന്റെ
കൃത്യമായിട്ടുള്ള ഒരു വിളംബരമാണ് ഇന്ന് തെരുവിൽ നിന്ന് കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ. അതിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സാങ്കല്പിക പാർട്ടിക്ക് കൂട്ടായ്മയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യ പിന്തുണ. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഇന്ത്യയിലെ ജനസമൂഹമാണ് കോക്രോച്ചിനൊപ്പം എന്നൊന്ന് ഓർക്കണം. ഇന്ന് ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരും വിദ്യാലയത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത സാധാരണക്കാരും രണ്ടു കൂട്ടരും ഒരുപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നിലവിലെ ഭരണകർത്താക്കളെ വെറുത്തു തുടങ്ങുന്നത്. ഒരു കൂട്ടർക്ക് അവരുടെ ലക്ഷ്യം ഈ ലോകത്ത് എവിടെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ള ലക്ഷ്യം പകർന്നു കൊടുക്കേണ്ട ആ ജനസമൂഹത്തിനെ, അല്ലെങ്കിൽ 2026 ജീവിക്കേണ്ട ഒരു സമൂഹത്തിനെ താഴേക്ക് ഒരു സാംസ്കാരികമായി അധപ്പതിച്ച ഒരു നിലയിലേക്ക് തള്ളിവിടുന്നു, ജാതിയുടെയും മതത്തിന്റെയും മറ്റു പേരിലെല്ലാം. മറുഭാഗത്ത് അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്ത ഒരു വിഭാഗത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു വന്ന ശേഷം അവരെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഭരണത്തിൽ തന്നെ കൊണ്ടുവരുന്നു, തകർത്ത് കളയുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉള്ളവരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരും നിലവിലെ സിസ്റ്റത്തെ, അത് അങ്ങനെയാണ് എന്ന് ഭരണാധികാരികൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ആ സിസ്റ്റത്തെ, അവരുടെ സംവിധാനത്തെ, ആ ലക്ഷ്യത്തെ വെറുത്തു തുടങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തെയും സ്നേഹിക്കുക എന്നത് മാത്രമാണ് അവർക്കുള്ള ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിനുള്ള ഏക പരിഹാരം. അല്ലാതെ ഒരു കോക്രോച്ചിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ 9 എണ്ണത്തിനെ കൊന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഒന്നിനെ കൊന്നു കഴിഞ്ഞാൽ 10 എണ്ണം വരും, 10 എണ്ണത്തിന് കൊന്നു കഴിഞ്ഞാൽ 100 എണ്ണം വരും. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. Different angles. Don't forget to subscribe and support this channel.